ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? നിങ്ങൾ മാത്രമേ ഉള്ളൂ അവരുടെ മനസ്സിൽ, അതോ മറ്റാരെങ്കിലും കൂടെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്കിവിടെ ആദ്യം അവരുടെ കറന്റ് സിറ്റുവേഷൻ ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ബാലൻസ് ആണ്. അടുത്തതായിട്ട് 2 ഓഫ് സോഡിന്റെ എനർജിയാണ്. സൺ. 5 ഓഫ് എർത്ത്, അതായത് 5 ഓഫ് പെന്റക്കിൾസ്. ഒരു കാർഡ് കൂടി എടുക്കാവേ. ഈഗോയാണ്, അതായത് ഡബിൾ എനർജി. ബോട്ടം വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നമുക്ക് പിന്നെ പറയാവേ. പിന്നെ അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അത് നോക്കിയാലേ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഈ സമയത്ത് അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പേജ് ഓഫ് സോഡിന്റെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. നയൻ ഓഫ് കപ്സ്, കിങ് ഓഫ് സോഡ്സ്, 4 ഓഫ് പെന്റക്കിൾസ്. 5 കാർഡ്സ് ആയിട്ടുണ്ട്, ഒന്നുകൂടെ അങ്ങ് എടുത്തു. നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. അപ്പൊ നമുക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ ഇവിടെ 6 കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. 2 ഓഫ് വാൺസ് ആണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫസ്റ്റില് തന്നിരിക്കുന്നത് ബാലൻസ് ആണ്. ബാലൻസ് എന്ന് പറയുമ്പോൾ അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്ട് അവസ്ഥയിലാവാം. കാരണം ഇവിടെ 5 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ചെറിയൊരു കോണ്ടാക്ട് ഇല്ലായ്മയാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ചെറിയ ഒരു വേർപാട്, അത്രയേ ഉള്ളൂ. അല്ല, ദീർഘകാലത്തേക്ക് നിങ്ങളെ വിട്ടുപോയിട്ടില്ല എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവരുടെ കറന്റ് എനർജിയിൽ വന്നിരിക്കുന്നത് 5 ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഒരു വേർപാടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിലാവാം. അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം. അത് നിമിത്തം ഒരു വേർപാട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലും പിന്നെ അവർക്ക് ഇവിടെ 2 ഓഫ് സോഡ് വന്നിട്ടുണ്ട്. എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോഴും നിങ്ങളെ തീർത്തും അവഗണിച്ചിട്ടില്ല. മനസ്സിലായി? തീർത്തും നിങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞിട്ടില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഒന്ന് പിണങ്ങിയിരിക്കുന്നു, ഒന്ന് സെപ്പറേറ്റഡ് ആയി. ഇവിടെ ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണ്. അഥവാ അതുമല്ലെങ്കിൽ നോ കോണ്ടാക്ട് അല്ല എങ്കിൽ ലെസ് കോണ്ടാക്ട് ആവാം. പഴയതുപോലെ സ്നേഹമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ലെസ് കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ. കാരണം റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ ഭയങ്കരമായ സ്നേഹം, വല്ലാത്തൊരടുപ്പം. അത് കഴിയുമ്പോൾ പതിയെ ആ ഒരു അടുപ്പത്തിന് കുറച്ച് കുറവ് വരും. അതാണ് ഇവിടെ ഒരു ലെസ് കോണ്ടാക്ട് വന്നിരിക്കുന്നത്. അപ്പോഴേക്കും ഇടയ്ക്ക് ചില വ്യക്തികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം നിങ്ങൾക്കിടയിൽ. അപ്പോഴാണ് ലെസ് കോണ്ടാക്ട് വരുന്നത്. ഇനി അല്ലാതെ നിങ്ങളെ വേർപെട്ട് പോയിട്ടല്ല.
എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ട് ബാലൻസ് ചെയ്ത് പോകണമെന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യണം. അതുപോലെ തന്നെ പഴയതിനെ അപേക്ഷിച്ച് നല്ലതുപോലെ സ്നേഹത്തിൽ കഴിയണം. ഇവിടെ കണ്ടില്ലേ, റെയിൻബോ ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ശുഭപ്രതീക്ഷകളുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളെയൊക്കെ സഫലമാക്കത്തക്ക രീതിയിൽ മുന്നോട്ട് ഈ ഒരു ബന്ധം കൊണ്ടുപോകണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ വഴക്കും ബഹളവും ഒന്നുമില്ലാതെ, ഇനിയെങ്കിലും ഒരു പിണക്കമില്ലാതെ, ഇനിയെങ്കിലും ശത്രുതയൊന്നും വെച്ച് പുലർത്താതെ ഒന്ന് ബാലൻസ് ചെയ്തു പോകണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് അവരുടെ കറന്റ് എനർജിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്കിവിടെ മറ്റാരെങ്കിലുമായിട്ടും കണക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഡബിൾ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളോട് ഇത്തിരി ഈഗോ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവരെ എന്തോ ഒരു ചെറിയ നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതുമല്ല എങ്കിൽ അവർ ആരുടെയെങ്കിലും കൺട്രോളിലായിരിക്കണം. ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം. ഇപ്പൊ സാമ്പത്തികത്തിന് വേണ്ടി ഇവരെ ഒന്ന് കൺട്രോളിലാക്കാം. ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഡബിളിന്റെ എനർജിയാണ്. കുറച്ചൊന്ന് ഒരു സ്വാർത്ഥത ഇവിടെ അനുഭവിച്ചിട്ടുണ്ട്. ഈ സ്വാർത്ഥത എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇല്യൂഷനിലാണ്. അതായത് മറ്റ് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അങ്ങോട്ടേക്ക് ചായുന്ന എനർജി. അത് ശരിയായ ഒരു പ്രവണതയല്ല. എന്നാൽ പോലും അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആരെങ്കിലും എന്തോ പറഞ്ഞതിനെ ഒന്ന് കേട്ടിട്ട് അങ്ങോട്ട് ചാഞ്ഞു. ഇനി അഥവാ അതല്ല, അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട്. ചിലപ്പോൾ ജോലി തിരക്കുണ്ടാവാം, ഇനി അതുപോലെ സാമ്പത്തികപരമായ ഇഷ്യൂസ് ഉണ്ടാവാം. അതിലൊക്കെ ചിലപ്പോൾ അവരുടെ ബന്ധുക്കളുമായിട്ട് ചിലപ്പോൾ ഒന്ന് അടുപ്പത്തിൽ ആയി കാണണം. ഇനി അതുമല്ല, ഏതെങ്കിലും വ്യക്തികളെ ഇവർ സഹായിക്കാൻ പോയിട്ടുണ്ടാവാം. ഇനി ഇവർക്കാരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടാവാം. ഏതെങ്കിലും തരത്തില് ഇവർക്കൊരു സഹായം ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. അതുവഴിയും അവർ ആരുടെയോ ഒരു കൺട്രോളിലാണ് എന്നാണ് കാണുന്നത്. ആരുടെ കൺട്രോൾ എന്ന് പറയുമ്പോൾ തീർത്തും അവിടെ നിന്ന് അവർക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും തൽക്കാലത്തെ ഒരവസ്ഥ അങ്ങനെയാണ്. നിങ്ങളോട് സ്നേഹമില്ലായ്മ അല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ സ്വയം വിചാരിക്കുന്നുണ്ട് ഞാനിവിടെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണെന്ന് അവരിവിടെ വിചാരിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലാണ്. പക്ഷെ അവർ വിചാരിക്കുന്നുണ്ട് 5 of എർത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവർ വിചാരിക്കുന്നുണ്ട് ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയി. പക്ഷെ ദൈവാനുഗ്രഹമുണ്ട്, ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് അവർക്കുണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണക്ഷനിൽ നിന്ന്, ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അവർക്കൊരു രക്ഷ നേടാൻ സാധിക്കും. തൽക്കാലം ഒരു നെഗറ്റീവ് എനർജിയിലാണ് അവരെന്ന് മാത്രമേ നമുക്കിവിടെ പറയാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ തീർത്തും നിങ്ങളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന ഒരു അവസ്ഥയിലല്ല. നിങ്ങളോട് വീണ്ടും കൂടി ചേർന്ന് വരണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആണ്. മനസ്സിലായി? ഇപ്പൊ എന്താണ് തീരുമാനം, നിങ്ങളിലേക്ക് എന്താണ് നിങ്ങളോട് പറയേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ കുറെ തുരുതുരാന്ന് മെസ്സേജ് അയക്കുന്നുണ്ടാവാം, നിങ്ങൾ വിളിക്കുന്നുണ്ടാവാം, അതിനൊന്നും ഒരു റിപ്ലൈ ശരിയായ രീതിയിൽ തരാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. കാരണം അവരുടെ മനസ്സ് ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് ഇനി ഞാൻ എന്താണ് എടുക്കേണ്ടത്, നിങ്ങൾ ചോദിക്കുന്നതിനൊരു മറുപടി കൃത്യമായിട്ട് തരാൻ പറ്റുന്നില്ല. പിന്നെ തൽക്കാലത്തെ അവസ്ഥയും ഇതാണ്. അതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇതാണ് അവർ ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ കൺഫ്യൂസ്ഡ് ആണ് മൈൻഡ് എന്ന് മാത്രമാണ് കാണുന്നത്. തീർത്തും നിങ്ങളുടെ ഇപ്പോഴൊരു അവഗണന, ചെറിയ രീതിയിൽ അവഗണനയല്ല, പക്ഷെ നിങ്ങളുമായിട്ടൊരു അകൽച്ച കാണുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ്. ഒരു നെഗറ്റീവ് എനർജി അവരെ പിടികൂടിയിട്ടുണ്ട്, അവരെ ബാധിച്ചിട്ടുണ്ട്. ഒരു ദൃഷ്ടിദോഷം പോലെ. ഒന്നുകിൽ അവരേതെങ്കിലും നല്ല രീതിയിൽ ചിലപ്പോൾ കഴിവുള്ളവരായിരിക്കാം, അങ്ങനെയും ഒരു ദൃഷ്ടിദോഷം വരാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏത് വിധത്തിലുമുള്ള പാർട്ട്ണർക്കും അനുകൂലമാണ്. മനസ്സിലായി? ബാധിക്കുന്നതാണ്. ഏതൊരു വിധത്തിലുമുള്ള റിലേഷൻഷിപ്പിന് ആയാലും, അഥവാ നിങ്ങൾ തമ്മിൽ ലവേഴ്സിന്, കപ്പിൾസിന്, മറ്റ് ഏത് വിധത്തിലുമുള്ള ഫ്രണ്ട്ഷിപ്പിന് ബാധകമാണ്. നിങ്ങളുടെ സാഹചര്യമാണ് ഇവിടെ എടുക്കേണ്ടത്. സാഹചര്യം അനുസരിച്ചാണ് ഈ ഒരു റീഡിങ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അടുത്തായിട്ട് വന്നിരിക്കുന്നത് സൺ കാർഡാണ്. കാരണം അവരൊത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരിന് ഏത് തരത്തിലുള്ള സിറ്റുവേഷനിലേക്ക് പോയാലും, ഏത് തരത്തിലുള്ള അവസ്ഥ അവർക്ക് വന്നോട്ടെ,
സാഹചര്യം അവരെ പിടികൂടിക്കോട്ടെ, ഏത് വിധത്തിലുള്ള നെഗറ്റീവ് എനർജി അവരെ പിടികൂടിക്കോട്ടെ, അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം നിങ്ങളുമായിട്ട് ഒരു കുടുംബസഹിതം മുന്നോട്ട് പോകണം, സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. അതാണ് ഇവിടെ സൺ കാർഡ് വന്നിരിക്കുന്നത്. അവരുടെ കറന്റ് എനർജിയാണിത്. ഒരു തുടക്കത്തിലേക്ക് പോകണം എന്നാണ് ഇവിടെ ആഗ്രഹിക്കുന്ന 1+9 10 ആണ്. മനസ്സിലായി. അപ്പോൾ ഒരു തുടക്കത്തിലേക്ക് പോകണം. സണ്ണിന്റെ എനർജി അറിയാമല്ലോ, നല്ല ഹാപ്പിനെസ് ആണ്, വിക്ടറി ആൻഡ് ഹാപ്പിനെസ് തരുന്നതാണ്, സക്സസ്. ഇതൊക്കെ കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് സൺ കാർഡ്, സൺ എനർജി എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകണമെന്ന് അവർ തീർത്തും ആഗ്രഹിച്ചിട്ടുണ്ട്. മനസ്സിലായി. അവരുടെ മനസ്സ് മുഴുവനും ഇതാണ്, നിങ്ങളുമായി കുടുംബസഹിതം മുന്നോട്ട് പോകണം, നല്ല സന്തോഷത്തിൽ കഴിയണം എന്നൊക്കെയാണ് അവർ ഇവിടെ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഇനി അതിനിടയിൽ എന്ത് വന്നോട്ടെ, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ പിണക്കമായിരിക്കും, ഒന്ന് പിണങ്ങിയിരുന്നു എന്ന് കരുതി നിങ്ങളെ ഇവിടെ അവോയ്ഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരുപാട് അങ്ങ് വിട്ടുപോയിട്ടുമില്ല, ഇനി ഒരിക്കലും കൂടി ചേരില്ല എന്നുള്ള തീരുമാനമൊന്നും അവരെടുത്തിട്ടുമില്ല. ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായി, മനുഷ്യരല്ലേ, ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം, വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, പറഞ്ഞല്ലോ നമ്മളതിവിടെ. അപ്പോൾ പിന്നെ അതുകൊണ്ടൊക്കെയാണ്. ഇനി നിങ്ങളോടുള്ള മനോഭാവം നമ്മൾ ചോദിച്ചപ്പോൾ നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വളരെയധികം സ്മൂത്ത് ആയിട്ട് നിങ്ങൾ വളരെയധികം സന്തോഷത്തിൽ മുന്നോട്ട് പോയി കൊണ്ടിരുന്ന ബന്ധമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ചെറിയ തടസ്സം ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. വന്നിട്ടുണ്ടല്ലോ, ചെറിയ തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ചിലപ്പോൾ നോ കോണ്ടാക്ട്, ചിലപ്പോൾ ലെസ് കോണ്ടാക്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെ 4 ഓഫ് പെന്റക്കിൾസ് ആണ്. കണ്ടില്ലേ, നിങ്ങളോടുള്ള മനോഭാവമാണ് നമ്മൾ ചോദിച്ചെടുത്തിട്ടുള്ളത്. 4 ഓഫ് പെന്റക്കിൾസ്, അതായത് അടുക്കി പിടിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങളോടുള്ള സ്നേഹത്തെ. നിങ്ങളെ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അടുക്കി പിടിച്ചു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഒരു പൊസസീവ്നെസ് ആണത്, സ്വാർത്ഥതയാണ്. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തമാണ് എന്ന് പലപ്പോഴും അവർ ചിന്തിച്ചുറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്നത്, നിങ്ങൾ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിചയക്കാരെ കണ്ട് സംസാരിച്ചാൽ പോലും അവർക്ക് ഇഷ്ടമല്ല, അതിലൊന്നും അവർ സന്തോഷിക്കുന്നില്ല, അവർക്കത് ഇഷ്ടമല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടുള്ള പൊസസീവ്നെസ് ആണ് ഇവിടെ കാണുന്നത്. കണ്ടില്ല, അപ്പൊ നിങ്ങളോട് സ്നേഹമില്ലായ്മ അല്ലല്ലോ. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് 9 ഓഫ് കപ്സ്. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴും നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളുടെ പെരുമാറ്റവും എല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകിയിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 9 ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ സഫലത. നിങ്ങൾ കൂടെ ചേരുമ്പോഴാണ് അവർക്ക് ഐശ്വര്യം ഉണ്ടായിരുന്നത്. നിങ്ങളാണ് അവരുടെ ജീവിതത്തിന്റെ അവരുടെ വിജയത്തിന്റെ താക്കോലെന്ന് പറയുന്നത് നിങ്ങളാണ്. അത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലും മനുഷ്യനല്ലേ, ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. 9 ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് നിങ്ങളെന്ന ആ ഒരു പാർട്ട്ണർ അവരെ സ്വാധീനിക്കുന്നത്. അവർ അങ്ങനെയാണ് ഇപ്പോഴും കരുതുന്നത് എന്നാണ് കാണുന്നത്. ഇനി കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. നിങ്ങളോട് കൂടെ ചേരുമ്പോൾ തീർച്ചയായിട്ടും വാക്കുകളും പ്രവർത്തികൾക്കും ഒക്കെ വിലയുള്ളതാണ്. പലപ്പോഴും പരസ്പരം പറഞ്ഞിട്ടുണ്ടാവാം, നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഇത് നമ്മൾ അങ്ങോളം നിലനിർത്തുന്ന ഒരു സ്നേഹബന്ധമാണ്, ഇടയ്ക്ക് വെച്ച് നമ്മൾ പിരിയുന്നില്ല. ഇതൊക്കെ ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മുന്നോട്ട് തുടങ്ങിയ സമയത്ത് തന്നെ, അല്ലെ? അതാണ് ഇവിടെ കാണുന്നത്. തന്നെയുമല്ല, നിങ്ങൾ വാക്കു പാലിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ അവരെ വിട്ടുപോകില്ല എന്നവർക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. നിങ്ങൾ ഒരു ഹൈ എനർജിയിലുള്ള വ്യക്തിയാണ്, നിങ്ങൾ ചിന്തിക്കുന്നവരാണ്, നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്, നിങ്ങൾ ഒരു ഹൈ എനർജിയിലുള്ള വ്യക്തിയുമാണ് എന്ന് അവർ നിങ്ങളെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് അവർക്കറിയാം. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളെ അടുക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. നിങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് അവരിപ്പോൾ. പിന്നെ അടുത്തായിട്ട് പേജ് ഓഫ് സോഡും വന്നിട്ടുണ്ട്. ഇനി എന്താണോ വേണ്ടത്, ഇവിടെ ആക്ഷൻ എടുക്കാൻ തയ്യാറാണ്. പ്രശ്നങ്ങൾ അവർക്ക് ചുറ്റിനും ഉണ്ടെങ്കിലും ശരി, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാണ്. തന്നെയുമല്ല, താമസിയാതെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. താമസിയാതെ തന്നെ നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ ആക്ഷൻ എടുത്തവർ മുന്നോട്ട് വരണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നൈറ്റ് ഓഫ് സോളിന്റെ എനർജി, ചിലപ്പോൾ ഇത് നിങ്ങൾ തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് വരാം, ഒരു കാൾ വരാം, അല്ല എങ്കിൽ നിങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാം. ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം.
അങ്ങനെയുള്ള വ്യക്തിയാണ്. അവരുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. മനസ്സല്ലേ, മനസ്സെന്താണ്, കുതിര പോലെ പായുന്നതല്ലേ. അപ്പോൾ ഈ മനസ്സിന്റെ ആഗ്രഹം ഇങ്ങനെ പാഞ്ഞ് നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എത്രയും പെട്ടെന്ന് ഒന്നിച്ച് ചേരണമെന്നും സംസാരിക്കണമെന്നും അവരിവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നമുക്ക് ഒറക്കിൾ കാർഡ്സ് നോക്കാം. എന്താണ് റീസൺ എന്നാണ് നമ്മളിവിടെ ഒറക്കിൾ കാർഡ്സ് നോക്കിയത്. യൂണിവേഴ്സ് ആണ് ബോട്ടം വന്നിരിക്കുന്നത്. അതുപോലെ 2+1 3 ആണ് നമ്പർ. നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും എന്ന് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് വീണ്ടും വന്നിരിക്കുന്നത് ഡബിൾ എനർജി വന്നിട്ടുണ്ട്. കണ്ടില്ല, അവര് എന്തോ ഒരു ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രമിക്കുന്നു എന്ന് കാണുന്നുണ്ട്. മനസ്സിലായി, ഇല്ലാത്ത എന്തോ ഒരു ടെംപ്ടേഷൻ ഉണ്ടായതാണ്, ഒരു പ്രേരണ, ഈ തെറ്റ് ചെയ്യാനുള്ള പ്രേരണ ഉണ്ടായിട്ടുണ്ടാവാം. ഇടയ്ക്ക് വേറെ എന്തെങ്കിലും കാര്യമാകാം. അതൊരു തേർഡ് പാർട്ടി മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങി എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെയും അതുപോലെയാണ് ഈഗോ വന്നിരിക്കുന്നത്. ഇവിടെ അത് തന്നെയാണ് ഡബിൾ എനർജി ഇവിടെയും വന്നിട്ടുണ്ട്. ഒരു നെഗറ്റീവ് എനർജി അവരെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു അകൽച്ചയ്ക്ക് കാരണം. നിങ്ങൾ തമ്മിൽ വീണ്ടും കൂടിച്ചേർന്ന് മുന്നോട്ട് വരാതെ കുറച്ചൊന്ന് അകന്നിരിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നമ്പർ 15, നമ്പർ 6 കണ്ടില്ലേ, ഇവിടെ കണ്ട ഈ നമ്പർ നോക്കാം, 15 ഇവിടെ നോക്കാം. ഇത് നിങ്ങളോടുള്ള കറണ്ട് എനർജിയാണ് നമ്മളിവിടെ ആദ്യം എടുത്തത്. അപ്പോൾ പിന്നീട് നമ്മൾ ഹയർ സെൽഫിന്റെ മെസ്സേജ് നോക്കിയതാണ്. അപ്പോൾ പിന്നീട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്റപ്ഷൻ കണ്ടോ, അവർ കൈകാലികൾ പൂട്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. തൽക്കാലം അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. മനസ്സിന്റെ ഉള്ളിൽ നിന്നും നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളെ കാണണം, നിങ്ങൾക്ക് മെസ്സേജ് ഇടണം, ഇതെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ തന്നെ ചിലപ്പോൾ വാട്സപ്പ് ഒക്കെ സോഷ്യൽ മീഡിയ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ചെയ്തിട്ടായിരിക്കാം ഇപ്പോഴത്തെ അവരുടെ നിലപാട്. പക്ഷേ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. മനസ്സിലായി, കൈകാലുകളൊക്കെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്തോ ഒരു ബ്ലാക്ക് എനർജി അല്ല എങ്കിൽ ഒരു നെഗറ്റീവ് എനർജി അവരെ പിടികൂടിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല. അവരുടെ കറണ്ട് എനർജിയിലും വന്ന കാര്യമാണ്. ഇവിടെ ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് വന്നിരിക്കുന്നത് അത് തന്നെയാണ്. അവർക്ക് ഇപ്പോൾ മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളിവിടെ പറയുന്നത് എന്താണ്, യൂണിവേഴ്സിന്റെ തീരുമാനമാണിത്. മനസ്സിലായി, ഇത് യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ലെസൺ പഠിക്കാനുമായിരിക്കാം. ഒരു ലെസൺ ഇവിടുന്ന് പഠിക്കണ്ടേ. ഓരോ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഓരോ ലെസൺസ് പഠിച്ചാണ് മുന്നോട്ട് വരുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ സോള് ക്ലിയർ ആവുന്നത്. മനസ്സിലായി, ഓരോന്നും പഠിക്കാതെ ഒന്നും സോള് ക്ലിയർ ആവില്ല. അതുകൊണ്ട് നിങ്ങൾക്കിത് യൂണിവേഴ്സ് തന്നതാണ്. ഈ ഒരു കണക്ഷൻ, ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നതാണ്. യൂണിവേഴ്സിന്റെ തീരുമാനമാണ് ഇതെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കും. താമസിയാതെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് അവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവരുടെ കറണ്ട് എനർജിയിൽ വന്നിട്ടുണ്ടല്ലോ. ഇനി ഇവിടെ നമ്മൾ കാണുന്ന മെമ്മറീസ് ഓഫ് ലവ് ആണ്. എവിടെ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ മെമ്മറി അവരുടെ ഉള്ളിലുണ്ട്. അവരത് അയവിറക്കുന്നുണ്ട്. നിങ്ങളെ ആദ്യം കണ്ടപ്പോഴും നിങ്ങൾ ആദ്യത്തെ സംസാരം നിങ്ങളുടേത്, നിങ്ങൾ അടുത്തിരുന്നപ്പോൾ സംസാരിച്ച തമാശകള്, നിങ്ങളുടെ ഹീലിംഗ് പവർ, ഇതെല്ലാം അവർ ആലോചിക്കുന്നുണ്ട്. അവർ ഇത് അയവിറക്കുന്നുണ്ട്. മെമ്മറീസ് ഉണ്ട്, അവർക്ക് ഈ മെമ്മറീസ് ഉണ്ട്. അവർ തൽക്കാലം ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. സോളാർ പ്ലക്സസ് ചക്ര നിങ്ങൾ ഒന്നിച്ചിരുന്നപ്പോൾ എന്താണ്, ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി വീണ്ടും നിങ്ങളോട് കൂടി ചേരാതെ അവർക്കിത് വരില്ല. ഈ ഐശ്വര്യവും സമൃദ്ധിയും സോളാർ പ്ലക്സസ് ചക്ര ആക്റ്റീവ് ആകണമെങ്കിൽ നിങ്ങൾ ഒന്നിച്ചു ചേർന്നുവെങ്കിൽ മാത്രമേ വരൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സമൃദ്ധി ഐശ്വര്യവും വീണ്ടും വരണമെങ്കിൽ നിങ്ങൾ കൂടി ചേരാതെ പറ്റില്ല.
മനസ്സിലായി, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കൂടിച്ചേരും. അത് ദൈവത്തിന്റെ തീരുമാനമാണ്, യൂണിവേഴ്സിന്റെ തീരുമാനമാണെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ലെസൺസ് പഠിച്ചേ മതിയാകൂ. ഓരോ ബന്ധങ്ങളിൽ നിന്നും ഓരോരോ ലെസൺസ് ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് റൊമാൻസ് ഏഞ്ചൽസിന്റെ നോക്കാം, കാർഡ്സ് നോക്കാവേ. രണ്ട് മൂന്ന് കാർഡ്സ് എടുക്കാവേ. ചിൽഡ്രൻ ആണ്. യുവർ ലവ് ലൈഫ് ഈസ് ബീയിങ് അഫക്റ്റഡ് ബൈ ചിൽഡ്രൻ. നിങ്ങളുടെ ഈ സ്നേഹബന്ധം കുട്ടികളെ കൂടി ബാധിക്കുന്നതാണ്. മനസ്സിലായി? അല്ലാതെ കുട്ടികളില്ലാത്തത് കാരണം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് തന്നെ നല്ലൊരു ബന്ധത്തിലേക്ക് പോകണം. ഇത് അവരുടെ കറണ്ട് എനർജിയിൽ വന്നിരിക്കുന്ന സൺ കാർഡ് വന്നപ്പോഴേ പറഞ്ഞു കുടുംബസഹിതം മുന്നോട്ട് ഒരു സ്നേഹബന്ധത്തിൽ കഴിയണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത്, അവരുടെ കറണ്ട് എനർജി. ഇവിടെയോ, ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം കുട്ടികളെ കൂടി ബാധിക്കുന്നതാണ്. കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയാണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് കാണുന്നത്. വന്നിരിക്കുന്നത് വെഡ്ഡിങ് ആണ്. ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാര്യേജ്. ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, ഇനി നിങ്ങളുടെ എനർജി എന്താണോ, നിങ്ങളുടെ സിറ്റുവേഷൻ ഇനി ഏതാണോ, ചിലപ്പോൾ ലവേഴ്സ് ആവാം. അങ്ങനെയാണെങ്കിൽ അല്ല എങ്കിൽ ഇനി കുറച്ചുകൂടി ബാധ്യതകൾ ഇല്ലാത്ത ചില കപ്പിൾസ് ആവാം. അങ്ങനെ ഏതെങ്കിലും വിധത്തിലാണോ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ആവാം, ഇനി കപ്പിൾസ് തമ്മിൽ വേർപിരിഞ്ഞിരിക്കുകയാവാം. ഇനി വീണ്ടും പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതുമല്ല, ഇനി നിങ്ങൾക്ക് വിവാഹത്തിലേക്ക് നീങ്ങണമെങ്കിലും ഈ ഒരു സാഹചര്യം അതിന് അനുകൂലമാണ്. ഈ ഒരു സാഹചര്യം ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ഒരു മാര്യേജിനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് എടുക്കുക. ട്രൂ ലവ് ആണ്. ദിസ് ഈസ് ദ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം. കണ്ടല്ലേ, ട്രൂ ലവ്, യഥാർത്ഥത്തിലുമുള്ള ലവ് ആണ് ഇതെന്നാണ്. യഥാർത്ഥ സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ഉള്ളത്. അതുകൊണ്ട് ഇത് വിട്ടുപിരിഞ്ഞ് ഒരിക്കലും പോവില്ല എന്ന് തന്നെയാണ് കാണുന്നത് ഇവിടെ. ട്രൂ ലവ്, യഥാർത്ഥത്തിലുമുള്ള സ്നേഹം, അതായത് സിൻസിയർ ലവ് ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. ഒരു കാർഡ് കൊണ്ടെടുക്കാവേ. It is safe for you to love. Open your heart to give the receive the highest energy of all. ഇവിടെ സേഫ് ആണ്. നിങ്ങളുടെ ഈ സ്നേഹബന്ധം സേഫായിട്ട് തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും വീണ്ടും പരസ്പരം ഹൃദയം തുറന്ന് സംസാരിച്ച് ഹൃദയം തുറന്ന് ഒന്നാവുന്ന ഒരു എനർജിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നീങ്ങണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണ്? പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആണ്. യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. കണ്ടില്ലേ, നിങ്ങൾ പരസ്പരം മുൻപേ അറിയുന്നവരായിരിക്കണം. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ, ഈ ഒരു ബന്ധത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിവിടുന്ന് വേർപിരിഞ്ഞു പോവില്ല എന്നാണ് കാണുന്നത്. ഇനി നമുക്ക് ഗൈഡൻസ് നോക്കാവേ. ഹയർ സെൽഫിൽ നിന്നുള്ള യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ആണിത്. ക്രിട്ടിസൈസിങ് വൺ അനദർ വിൽ ഓൺലി ലീഡ് ടു ഫർദർ അൺഹാപ്പിനെസ്. ലവ് ആൻഡ് അക്സെപ്റ്റ് ഈച്ച് അതർ ആസ് യുവർ ആൻഡ് യുവർ റിലേഷൻഷിപ്പ് വിൽ മാജിക്കലി ട്രാൻസ്ഫോം. ക്രിട്ടിസൈസിങ് വൺ അനദർ വിൽ ഓൺലി ലീഡ് ടു ഫർദർ അൺഹാപ്പിനെസ്. നിങ്ങൾ പരസ്പരം ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എന്താണ്, തീർത്തും അങ്ങ് അവഗണിക്കും. അതുപോലെ തന്നെ തീർത്തും ഒരുപാട് കുറ്റം പറയും. എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. പരസ്പരം വിമർശിക്കുക നിങ്ങൾ, അതായത് ഒരു പാർട്ട്ണർ മറ്റേ ആളിനെ, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഒരുപാട് വിമർശിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ വിമർശിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം. പക്ഷെ ഇത് എങ്ങനെയാണ് ഈ ഒരു വിമർശനം, അഥവാ ഇനി കപ്പിൾസ് തമ്മിലാണെങ്കിൽ എന്തെങ്കിലും പിന്നെ പാചകമൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് മറ്റ് ചോറും കറിയൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഉണ്ടാവാം. അതുമല്ല, നിങ്ങളുടെ വേഷ പകർച്ചയെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും, നിങ്ങളുടെ ബ്യൂട്ടിയെ കുറ്റം പറയും, എന്തിനേയും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ ഉണ്ടാവാം. അത് ഒഴിവാക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും അൺഹാപ്പിനെസ്സിലേക്കാണ് പോകുന്നത്, അസന്തോഷത്തിലേക്കാണ് പോകുന്നത്. ഇതൊരു സന്തോഷം തരത്തില്ല. റിലേഷൻഷിപ്പിൽ എപ്പോഴും നിലനിർത്തേണ്ടത് സന്തോഷമാണ്, ഹാപ്പിനെസ്സിനെയാണ് നിലനിർത്തേണ്ടത്. അൺഹാപ്പിനെസ്സിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. പരസ്പരം എപ്പോഴും അങ്ങനെ കുറ്റം പറഞ്ഞിരിക്കാൻ പാടില്ല. പണ്ട് എന്തെങ്കിലും പറഞ്ഞൊന്ന് വഴക്കിട്ടു, കുറെ കഴിയുമ്പോൾ വീണ്ടും അത് തന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവരും. ആദ്യം ചെയ്ത കുറ്റത്തിന് മാപ്പ് പറഞ്ഞു,
ഫൊർഗിവ്നെസ് ചെയ്തു. പക്ഷേ എന്നിരുന്നാൽ കൂടെ എന്താണ്, വീണ്ടും കുറെ കൂടെ കഴിയുമ്പോൾ വീണ്ടും അത് തന്നെ പറഞ്ഞു പറഞ്ഞ് വീണ്ടും എന്താണ്, ബന്ധത്തെ കൂടുതൽ വഷളാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അത് പാടില്ല. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലവ് ആൻഡ് അക്സെപ്റ്റ് ഈച്ച് അതർ. നിങ്ങൾ പരസ്പരം അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾ പരസ്പര സ്നേഹത്തെ അക്സെപ്റ്റ് ചെയ്യുക, പരസ്പരം സപ്പോർട്ട് ചെയ്യുക, മനസ്സിലായോ, പരസ്പരം കെയർ ചെയ്യുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പും എന്താണ്, മാജിക്കലി ട്രാൻസ്ഫോം, ഒരു മാജിക്ക് പോലെ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും, മാറ്റം വന്നുകൊണ്ടേയിരിക്കും, സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കുറ്റം പറയാതെ ജീവിക്കുക, പരസ്പരം സപ്പോർട്ട് ചെയ്യുക, പരസ്പരം കെയർ ചെയ്യുക. അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ. എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്വഭാവം നല്ലതല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് വന്നിരിക്കുന്നത്. മാപ്പ് പറഞ്ഞ് ഒരിക്കലൊന്ന് ഫൊർഗീവ് ചെയ്തോ, അങ്ങനെ പൊയ്ക്കോട്ടെ, അതിനെ അങ്ങ് വിട്ടേക്കുക. വീണ്ടും അതിനെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഓർത്ത് കൊണ്ടുവന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അന്ന് ഇങ്ങനെ ചെയ്തില്ലേ എന്നൊന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ആ എനർജിയെ നെഗറ്റീവ് ആക്കാൻ പാടില്ല. നമുക്ക് 5-6 ക്ലൂസും കൂടെ നോക്കാവേ. ആദ്യം തന്നെ ജനുവരി മന്താണ് വന്നിരിക്കുന്നത്. ലെറ്റർ സി, ലെറ്റർ ഡി, ലെറ്റർ ആർ, ലെറ്റർ എസ്. അക്വേറിയസ് വന്നിട്ടുണ്ട് കുംഭമാസം, അതായത് അവിട്ടം, അര, ചതയം, പൂരം, ഉരുട്ടാതി, മുക്കാൽ. ഇടുക്കി, ലെറ്റർ ജി, ലെറ്റർ എച്ച്. മലപ്പുറം, ഡിസംബർ മന്ത്. ടോറസ്, ഇടവമാസം, അതായത് കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം, അര. മാർച്ച് മന്ത്. നമ്പർ 9, തിരുവനന്തപുരം. നമ്പർ 2, മെയ് മന്ത് വന്നിട്ടുണ്ട്. മെയ് മന്ത്. ലെറ്റർ എ, ലെറ്റർ ബി. കാപ്രിക്കോൺ, മകരമാസം, ഉത്തരാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര. നവംബർ മന്ത്. ലെറ്റർ ടി, ലെറ്റർ യു. സ്കോർപിയോ, വൃശ്ചിക മാസം, വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട. പാലക്കാട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ ക്ലൂസ് ആർക്കെങ്കിലും റെസണേറ്റ് ആയിട്ടുണ്ടോ, റീഡിംഗ് ആർക്കെങ്കിലും റെസണേറ്റ് ആയിട്ടുണ്ടോ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.